എന്തേ? ഇനി മുമ്പോട്ട് പോയില്ല. ബന്ധുകാർ വണ്ടി വിടില്ല. തനിക്ക് ധൈര്യമില്ലെങ്കിൽ മാറണോ? വണ്ടി ഞാൻ ഓടിക്കും. ധൈര്യമില്ലായിട്ടല്ല സാർ, ബന്ധുകാർ വണ്ടി തല്ലി പിടിക്കും. അതൊന്നും ഞങ്ങൾക്കറിയണ്ട. പ്രോഗ്രാം നടത്താൻ സമയത്തിന് അവിടെ എത്തണം. പക്ഷേ നമ്മൾ ഇവിടെ കിടന്ന് ബേളം വെച്ചിട്ടൊന്നും കാര്യമില്ല. ബന്ധു കഴിഞ്ഞാൽ പോകാൻ പറ്റും. ഞാൻ പോയിട്ടേ ആ ബന്ധുശാബികളിൽ നിന്ന് കണ്ടിട്ട് ചുളിവില് രക്ഷപ്പെടാൻ വല്ല വഴിയുണ്ടോ നോട്ട് ഇപ്പൊ വരാട്ടാ. നിങ്ങൾ ഇവിടെ ഇരിക്കും. അവിടെയാ എവിടെ മാറിക്കോ കറക്കട്ടോ. ക്രോസ് ആയിട്ട് നിൽക്കാൻ മാറി നേരം കറക്കട്ടോ. ഇത് അത്ര അവര് പ്രശ്നത്താവുള്ളോ? വല്ല പാലോ വല്ലുണ്ടെ മേടിച്ചു കൊടുക്ക്. പാല് പോയിട്ട് 2 മണിക്കൂറായി. ഇവിടെ അങ്ങ് പച്ചവെള്ളം പോലും കിട്ടാൻ. 2 മണിക്കൂറായ ഞങ്ങൾ ഇപ്പൊ തന്നെ വന്നോളാം. പോട്ടെ. നീ പോതറ. എനിക്ക് ഇഷ്ടമുള്ളടത്ത്. ഓ അപ്പഴേ ഞങ്ങള് ദർശനകലാകേന്ദ്രം ഈ നാട് ബാലെ ഇന്ന് തിരുവനന്തപുരത്ത് പ്രോഗ്രാമാ. ഞങ്ങളെ മാത്രം ചുളിവര് വിട്ടുതരുവോ? ഞങ്ങളെ കൊണ്ടുപോയി ഫോറിൽ ഒരു പാർട്ടി വന്നണ്ടേ, അവരെ കാണിക്കാനും കൂട്ടാ ഈ പ്രോഗ്രാം. ഒന്ന് വിട്ടാടോ. എന്നടാ ഇവരുടെ വാലു എന്ന് പറഞ്ഞു. വാലല്ല ബാലെ. ഈ നാട് ബാലെ. ഓണത്തിലെ ബാലെ. പോലീസ് മർദ്ദനത്തെ പ്രതിഷേധിക്കാൻ ഈ നാടാകെ ബന്ധു നടക്കുമ്പോൾ എന്റെ അമ്മയുടെ എന്നെ കൊണ്ടൊന്ന് പറയിപ്പിക്കണ്ട. സ്തംഭിപ്പിക്കും. ഈ നാടാകെ സ്തംഭിപ്പിക്കും. പോലീസ് മർദ്ദന മർദ്ദനം എന്നല്ലേ? നാന്ന് കഴിഞ്ഞിട്ടൊരു 0 കൂടി ഇട്ടോളൂ, എന്നാലേ മർദ്ദനം നാവുള്ളോട്ടാ. ആ ടിവിയുടെ മുമ്പ് എത്തിയപ്പോഴേ ഞാൻ പറഞ്ഞതാണ് ഇനി മുമ്പോട്ട് പോയ കുഴപ്പമാണ്, നമുക്ക് ഇറങ്ങാമെന്ന്. അപ്പൊ ഈ നാരയാ പറഞ്ഞത് വിട്ടോ പോകുന്നിടത്തോളം പോകാമെന്ന്. ആ ടിവിയിലായിരുന്നെങ്കിൽ നല്ല വെള്ളയപ്പവും മുട്രോസ്റ്റും കിട്ടിയാനെ. എവിടെ ചെന്നാലും നിനക്ക് തീറ്റയുടെ കാര്യമേ ഉള്ളൂ. ഓ തന്നെ. അല്ല നിന്നെപ്പോലെ വലിയ ബെമ്പിളരം തൊട്ട് നടക്കുന്നില്ലല്ലോ. ഞാൻ ഏത് തന്നെയാണ് അറിഞ്ഞോണ്ടിയത്. വിശാലാക്ഷി എങ്ങനെയാണോ നമ്മുടെ ട്രൂപ്പിൽ നിന്ന് പോയത്? അതുള്ളതാ. വിശാലാക്ഷിയുടെ കാര്യത്തിൽ ഞാൻ സാക്ഷിയാ. എടാ ഉടുപ്പിടി, നിന്റെ ആശാരിത്തരമൊന്നും ഇവിടെ വേണ്ട. പോണേ സാണി. നിങ്ങൾ ഈ നാറിയ വർത്താനം നിർത്തൂ. ആരെങ്കിലും പോയി വല്ല പട്ടയോ നാട് കിട്ടുമോ നോക്ക്. നമുക്കൊന്ന് മിനുങ്ങാം. ഓ, ഇനി അതിന്റെ കുറവേ ഉള്ളൂ. ഇതിനകത്തിരുന്ന് കുടിക്കാൻ പോവാണോ? എന്താ പാടില്ലേ? മാധവൻ ചേട്ടാ, ഈ രവിച്ചേട്ടൻ ഇതിനകത്തിരുന്ന് കുടിക്കാൻ പോവാണെന്ന്. എന്തുട്ട് കലാസമയത്ത് പരസ്യമേ മദ്യപാനം പാടില്ല. നീ എവിടെ തിരക്കാ പുറത്തു പോകല്ലോ. എന്തുട്ട് ചട്ട പരത്തിയത്? നീ പോയിട്ട് ആരെയും വാടാ പിശാശേ. ഉമ്മാടെ തേങ്ങ അടിച്ച് പൊളിക്കടാ. ഹലോ, ഗുഡ് മോർണിംഗ്. മിസ്റ്റർ പ്രസാദ് ഏത് റൂമിലാ? മിസ് പ്രസാദ് സിംഗപ്പൂരിൽ നിന്ന് വന്ന ആള്. റൂം നമ്പർ 201. താങ്ക് യു. നോ മെൻഷൻ. ഹലോ അബ്ബാസ്, വരൂ. ഞാൻ വന്നപ്പോൾ നിങ്ങളെ ടെലിഫോൺ ട്രൈ ചെയ്തോണ്ടിരിക്കുകയായിരുന്നു. അതൊന്നും വർക്ക് ചെയ്യില്ല. ഇന്ന് ബന്ധല്ലേ. അപ്പോ അവരുടെ പ്രോഗ്രാം നടക്കാതെ വരുമോ? അതൊക്കെ നടക്കും. പ്രോഗ്രാം രാത്രി 8 മണിക്കല്ലേ. നിങ്ങൾ അവരോട് കാര്യങ്ങൾ പറഞ്ഞു? അവർ വരാമെന്ന് ഏറ്റില്ലേ? ഫോറിൻ ടൂർ എന്ന് കേട്ടാൽ ആരാ സർ വരാത്തത്? പിന്നെ ഇവരാണ് പ്രൊഫഷൻസ് അല്ല, തൊഴിലില്ലാതെ നടക്കുന്ന കുറെ ചെറുപ്പക്കാരാ. അവരിപ്പോ അവതരിപ്പിക്കുന്ന ബാല ഈ നാട് ജനങ്ങൾക്ക് ഇഷ്ടമാണ്. പത്രങ്ങളും വലിയ അഭിപ്രായങ്ങൾ എഴുതിയിട്ടുണ്ട്. ആരാണ് അവരുടെ ലീഡർ? അങ്ങനെ ഒരാളില്ല. ഒരു മാധവനെ ഇവരൊക്കെ കൂട്ടിയണക്കി നടക്കുന്നത്. രവി എന്നൊരുത്തനെ എഴുത്തുകാരൻ.
ശരി, കണ്ടോളെ. നാടേ ഉണരൂ ഇനിയെങ്കിലും നമ്മളിവിടെ കുഞ്ഞമ്മതിന്റെ ചായക്കട പൊളിച്ച ഉടനെ ഞാൻ നേരെ സിറ്റിയിലേക്ക് വെച്ച് അടിച്ചു. അവിടെയല്ലേ ശരിയായ ബന്ദ്. ഞാൻ ചെല്ലുമ്പോ മാർക്കറ്റ് റോഡിലുള്ള രണ്ടുപേരി പീടിയ അടിച്ച് തകർക്കുക. ആര്? ബന്ധുകാർ അല്ലടാ, മുസ്ലിങ്ങൾ. ഞാൻ മുണ്ട് ഇടത്തോട്ട് മാറ്റി കൊടുത്തു. അവരുടെ കൂടെ കൂടി ഉച്ചയായപ്പോ മറ്റേ പാർട്ടി ഇറങ്ങി, എതിർ ഗ്രൂപ്പ്. ഞാൻ മുണ്ട് വലത്തോട്ട് മാറ്റി. പിന്നെ കലാപമായി, തീവപ്പായി, തുണിക്കട, സ്റ്റേഷനറി, റേഡിയോ ഷാപ്പ് എന്ന് വേണ്ട, ഞങ്ങൾ കയറാത്ത ഒരു സ്ഥലവുമില്ല. ഇത് ഞാൻ റേഡിയോ ഷാപ്പിൽ തട്ടിയെടുത്തതാ. 2 ഉണ്ടായിരുന്നു. ഒന്ന് ഞാൻ നമ്മുടെ കോമ്പാറ അപ്പച്ചന് വിറ്റു. ഇതെനിക്ക് വേണം പാട്ട് കേൾക്കാൻ. നമസ്കാരം. നമസ്കാരം. പെങ്കിടാങ്ങൾ പുറപ്പെടാൻ ലേശം താമസിച്ചു. ഇത് ഗീത. ഹലോ. ഇത് രവി. ഹായ്. ഇത് പ്രദീപ്. ഹലോ. അത് അശോകൻ. ഹായ്. അത് അലക്സ്. ഹൈ രേഖ, നീ കയറി നിക്ക്. ഇത് രേഖ. ഞാൻ മാധവൻ. മറ്റുള്ളവർക്ക് കൂടി ഞങ്ങളോടൊപ്പം വരാൻ പറ്റാത്ത കഷ്ടം. ആളുകളുടെ എണ്ണം കുറയ്ക്കാതെ പറ്റില്ല. നമ്മൾ പോകുന്നത് ഹോങ്കോങ്ങിലും ജപ്പാനിലും മറ്റുമാണ്. അതും വിമാനത്തിൽ. ടിക്കറ്റ് ചാർജ് എന്താവും അറിയാമല്ലോ. പിന്നെ അവിടെയുള്ളവർ കാണേണ്ടത് കേരളത്തിലെ നാടൻ കലയാണ്. അബ്ബാസ് പറഞ്ഞില്ലേ? ആ നിലയ്ക്കാണ് പ്രോഗ്രാം ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. ഗുഡ്. അപ്പൊ നിങ്ങളുടെ പാസ്പോർട്ട്? പെങ്കിടാങ്ങളുടെ മാത്രമേ ബാക്കിയുള്ളൂ. ബാക്കിയെല്ലാം റെഡി ആയിട്ട് ഇവരുടെ ഉടനെ കിട്ടും. അപ്പൊ സാറ് ഒരു സംശയം, നമ്മുടെ ഈ പോക്ക് ഉറപ്പാണോ? അതെന്താ? അല്ല, ഫോറിനിൽ പോണ കാര്യം ഞങ്ങൾ നാട്ടുകാരോടൊക്കെ പറഞ്ഞേ. അപ്പൊ ഇനിയിപ്പൊ പോയില്ലെങ്കിൽ ഒരു ലേശം നാണക്കേടാന്ന് വിചാരിച്ചു. പേടിക്കണ്ട, അടുത്ത 15 ദിവസത്തിനകം പോകാൻ തയ്യാറായിക്കുള്ളൂ. കൃത്യമായ തീയതി ഞാൻ നാളെ നിങ്ങളോട് പറയാം. ഇതിന്റെ ഉടമസ്ഥൻ പാറയ്ക്കൽ മത്തയ്യ എവിടെ? അതൊരു കൊല്ലായിട്ട് പൂട്ടി കിടക്കുക. അയാളുടെ വീട് എവിടെയാ? ദാ കാണുന്നതാ. മത്തായി മുതലാളി. അതെ, അത് ഞാൻ തന്നെ. മനസ്സിലായില്ല. ഞാനിവിടുത്തെ സ്റ്റേറ്റ് ബാങ്കിൽ പുതുതായി വന്ന ഏജന്റാണ്. ഓ, സാറ് വന്നാട്ടെ. സാറ് വന്നത് ഞാൻ ബാങ്കിൽ നിന്ന് എടുത്ത കടത്തിന്റെ കാര്യം പറയാനായിരിക്കും. അതെ, 1 കൊല്ലമായി നിങ്ങൾ ഒന്നും തിരിച്ചടച്ചിട്ടില്ല. സാറ് ഇരുന്നാട്ടെ. ഒരുത്തനും കടപ്പെട്ട് ജീവിച്ചവനല്ല ഞാൻ. സാറ് പുതിയ ആളായോണ്ട് പറയുകയാണ്. നല്ല ഈ വീടും ഈ കാണുന്ന പുരയിടവും എന്റേതായിരുന്നു. ഇത് രേഖണ്ടിട്ടാണ് ഞാൻ എന്റെ കുടുംബം പെടുത്തിക്കൊണ്ട് പോകുന്നത്.
ഇപ്പൊ എല്ലാം പോയി, കടം മാത്രം വെച്ചു. നിങ്ങളുടെ വിഷമങ്ങൾ കുറെയൊക്കെ ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. പൂട്ടിയിട്ടിരിക്കുന്ന നിങ്ങളുടെ ഫാക്ടറിയും ഞാൻ കണ്ടു. കണ്ടോ? എന്റെ ഭാര്യയും പെൺമക്കളെയും പറ്റി എഴുതി വെച്ചിരിക്കുന്ന തെളിവ് സാറ് വായിച്ചോ? എല്ലാം എന്റെ മകളുടെ ഒറ്റ കാരണമാണ്. IT പാസ്സായി വന്നപ്പോ അവനൊരു വ്യവസായം തുടങ്ങണമെന്ന് വാശിയായി. 4 പെമ്മക്കളുടെ കൂട്ടത്തിൽ അവൻ ഒരു മോനാ. അവന്റെ ആഗ്രഹമല്ലേ? ഞാനൊന്നും പറഞ്ഞില്ല. ഉള്ള വസ്തു വിറ്റ് ഈ ഫാക്ടറി തുടങ്ങിയത് അങ്ങനെ. തുടക്കത്തിൽ കുഴപ്പമൊന്നുമില്ലായിരുന്നു. കമ്പനിയിലെ തൊഴിലാളികള് 2 യൂണിയനായിട്ട് പിരിഞ്ഞു. അതാ കാരണം. ഒരുത്തൻ ഒന്നീന്ന് മാറി മറ്റേ യൂണിയനിൽ ചേർന്നു. അവനെ തല്ലാനും കൊല്ലാനും പുറമേ നാള്. അത് തടയാനും നേരിടാനും അവന്റെ ആളുകൾ വേറെ. ചുരുക്കത്തിൽ ഫാക്ടറിയിൽ പണിയെടുക്കാൻ ആളുകൾക്ക് ശ്രദ്ധയില്ല. ഇവിടുന്ന് ഉണ്ടാക്കി അയക്കുന്ന സാധനങ്ങൾക്ക് ഗുണം പോരാന്നും പറഞ്ഞ് അത് അതേ വഴി തിരിച്ചു വന്നു. പണിക്കാർക്ക് കൂലി കൊടുക്കാൻ പോലും കാശില്ലാതിരിക്കുന്ന അവസരത്തില് 30% ബോണസ് ചോദിച്ചോണ്ട് ഒരു യൂണിയൻ സ്ട്രൈക്കായി. ഞാൻ എവിടെ നിന്ന് കൊടുക്കാനാ? 15 മാസം എന്റെ വീട്ടുപടിക്ക് എന്നെയും എന്റെ കുടുംബക്കാരെയും പറ്റി പറഞ്ഞ തെറി കെട്ടിക്കാൻ പ്രായമായ എന്റെ പെമ്പിളരെ പറ്റി 4 കൂടി എഴുതി വെച്ചിട്ട് ആ മാസം. അന്ന് ഒരുത്തനെങ്കിലും ഞങ്ങളുടെ ഭാവം പറയാനുണ്ടായിരുന്നില്ല. മുതലും മാനവും കളഞ്ഞ് ഇവിടെ പട്ടി കിടക്കുമ്പോ പെര നിറഞ്ഞിരിക്കുന്ന എന്റെ 2 പെമ്പിള്ളരെ ഓർത്തിട്ടാ. അല്ലെങ്കിൽ വല്ല വിഷവും നിന്ന് ഞാൻ മരിച്ചു കളഞ്ഞേ. ഈ കിടപ്പോളം വരുന്നത് പണയമാണ് സാർ. ഇനി എന്താ വേണ്ടത്? തൽക്കാലം പലിശയിലേക്കെങ്കിലും കുറച്ച് രൂപ അടച്ചേ പറ്റൂ. 1000 രൂപ. ഇല്ല സാർ, ഇനി എന്റെ ശരീരത്തിൽ കാണുന്ന ഇറച്ചി വെട്ടി നുറുക്കി കൊടുക്കാമെന്നല്ലാതെ എന്റെ ഒന്നുമില്ല. ആ അതാ വരുന്നു മത്തായി സൺസ്. എന്റെ മോന് ഭാഗ്യാര്യൻ സാർ അവനോട് പറഞ്ഞാൽ ബാങ്കിൽ നിന്ന് വന്നിരിക്കുക കാശ് കൊടുക്കാന്. കണ്ടില്ല അവനൊരു അഭിനയം. അവരൊരു നാടകക്കാരനാ. സാറിന് ഒന്നും നോക്കാനില്ല. നടപടി എടുത്താട്ടെ, എല്ലാം നശിക്കട്ടെ. ആ സാറ് നാടകം കഴിഞ്ഞ് എത്തിയോ? നിന്റെ നാടകത്തില് ഇവിടത്തെ മുഴുവൻ രാഷ്ട്രീയക്കാരും കള്ളന്മാരും കൈക്കൂലിക്കാരുമാണെന്ന് വിളിച്ചു പോകുമ്പോ നിന്റെ ചേട്ടനായ ഞാനും ഒരു രാഷ്ട്രീയക്കാരനാണെന്നുള്ള കാര്യം നീ ഓർത്തോ? അതോ എന്നെ കൂടെ എതിർക്കാനാണോ നീ ഇങ്ങനെ ചെയ്യുന്നത്? ഞാൻ എതിർക്കുന്നത് ഇവിടുത്തെ ദുഷിച്ച വ്യവസ്ഥയാണ്. പട്ടിണിയും ദാരിദ്ര്യവും തൊഴിലില്ലായ്മയും സൃഷ്ടിക്കുന്ന. എവിടെയാണ് ഈ രാജ്യത്ത് പട്ടിണി? വിശന്ന് മരിച്ചവന്റെ ഒരു ശവമെങ്കിലും നിനക്ക് കാണിച്ചരാവോ? ഇനി തൊഴിലില്ലായ്മ, ഒരാശാരിയോ ഒരു കൽപ്പണിക്കാരനോ, ഇത് വേണ്ട വേലി കെട്ടാൻ ഒരു കൂലിപ്പണിക്കാരനെ നിനക്ക് വിളിച്ചുകൊണ്ടരാവോ? കിട്ടൂല. ഇത്തിരിയോടെ ഓഫീസിൽ നിന്ന് ശമ്പളം വാങ്ങുന്ന ജോലി മതി എല്ലാവർക്കും. നിനക്കതും വേണ്ടല്ലോ. നീ എഴുത്തുകാരനല്ലേ? എന്നാൽ അതുകൊണ്ട് തനിക്കോ കുടുംബത്തിനോ വല്ല ഉപകാരമുണ്ടോ? നേട്ടത്തിന് വേണ്ടിയല്ല ഞാൻ എഴുതുന്നത്. പിന്നെ ലെബനാളിലെ അനാഥബാലൻ, ബൊളീവിയയിലെ ചുവന്ന പുഷ്പം, ആഫ്രിക്കയിലെ കുന്തം, ഇതൊക്കെ ആർക്ക് വേണ്ടിയാണ് നീ എഴുതുന്നേ? ആ നേരം കൊണ്ട് നിന്നോട് ഞാൻ പറഞ്ഞില്ലേ, വല്ല ചരിത്ര പുരുഷന്മാരെ പറ്റി പഴശ്ശിരാജ, കുഞ്ഞാലിമരക്കാര്, കായംകുളം കൊച്ചുണ്ണി, അല്ലെങ്കിൽ വടക്കമ്പാട്ടിൽ നിന്ന് തച്ചോളി ഓതേനൻ, കുടപ്പന കുങ്കി, കടത്തനാട്ട് മാക്കം, ഇവരാരെങ്കിലും പറ്റി വല്ല കഥയോ പുസ്തകമോ എഴുതരാൻ. ഇന്ന് ഭരണകക്ഷിയിലും മന്ത്രിസഭയിലും എനിക്കുള്ള സ്വാധീനം വെച്ചുകൊണ്ട് ആ പുസ്തകം ഹൈസ്കൂൾ ക്ലാസ്സിലെ ഏതെങ്കിലും ഒരു നോൺ ഡീറ്റെയിൽഡായിട്ട് എടുപ്പിക്കാൻ ഇന്ന് എനിക്ക് കഴിയും. ചുരുങ്ങിയത് 1.5 ലക്ഷം രൂപയെങ്കിലും അതുകൊണ്ട് നിനക്ക് സമ്പാദിക്കാമായിരുന്നു. എനിക്കങ്ങനെ സമ്പാദിക്കണ്ട. അച്ഛൻ സമ്പാദിച്ചോണ്ടല്ലോ. അഭിമാനമുള്ളവൻ ജോലി ചെയ്ത് ജീവിക്കണോടാ. നിനക്ക് ആരോഗ്യമുണ്ടല്ലോ. ഒരു തൂമ്പെടുത്താ പറമ്പെന്ന് കളയ്ക്കാവോ? 10-30 രൂപ ഞാൻ തരാം ദിവസക്കൂലി. അല്ല, ഇതാ അവറാച്ച മുതലാളിയോ? ഇങ്ങോട്ടുള്ള വഴിയൊക്കെ അറിയാവോ? കുറുപ്പയുടെ മരണം. മിനിഞ്ഞാവുന്ന തിരുവനന്തപുരത്തുനിന്ന് വിളിച്ചപ്പോ ദിവാര സാർ വീട്ടിലേക്ക് പോകുന്നെന്നറിഞ്ഞു. ഇന്നലെ പിന്നെ ബന്ദ് കാരണം പുറപ്പെടാനും തരപ്പെട്ടില്ല. ബന്ദ്? താനൂർ കടപ്പുറത്ത് 2 സമുദായങ്ങൾ തമ്മിൽ വെട്ടിമരിക്കുന്നത് തടയാൻ വേണ്ടിയാണ് പോലീസ് അവിടെ ലാത്തി ചാർജ് നടത്തിയത്. അതിന്റെ പേരും പറഞ്ഞ് പ്രതിപക്ഷത്തിന് ഈ നാടായ ബന്ദ് സംഘടിപ്പിക്കേണ്ട വല്ല കാര്യമുണ്ടോ? ഉള്ള കടകൾ മുഴുവൻ തല്ലിപ്പൊളിച്ചു. ട്രാൻസ്പോർട്ട് ബസ്സുകൾ വഴിയിലിട്ട് കത്തിച്ചു. എത്ര കോടി രൂപയുടെ നഷ്ടമാണ് ഈ രാജ്യത്തിനുണ്ടായിരിക്കുന്നത് അറിയാമോ? ഇതുകൊണ്ട് ഇവരെന്ത് നേടി? ബന്ദ് വമ്പിച്ച വിജയമാണെന്നല്ലേ പ്രതിപക്ഷ നേതാവിന്റെ പ്രസ്താവന? കല്ലേറും തീവപ്പും പേടിച്ചാന്നേ ആളുകൾ കടകൾ തുറക്കാത്തതും ബസ് റോഡിൽ ഇറക്കാത്തതും, അല്ലാതെ പ്രതിപക്ഷക്കാരന്റെ ആഹ്വാനം കൊണ്ടൊന്നുമല്ല.
ഇതൊക്കെ നമ്മുടെ നാട്ടുകാർക്ക് തുണയില്ലാട്ടാണെന്നേ. ബന്ധം എന്ന് പറഞ്ഞു വരുന്നവരെ കാല് തല്ലി പിടിക്കണം. ഭാസ്കര, ചായ ഉണ്ടോ? ദിവാര സാറേ, അപ്പൊ ഞങ്ങൾ വന്നത് പറയണം, എന്താ പ്രശ്നം? മിനിഞ്ഞാവുന്ന തഹസിൽദാരും കൂട്ടരും വന്ന് ഞങ്ങളുടെ എസ്റ്റേറ്റ് അടക്കം കാടും മലയും വളർന്ന് കല്ലിട്ട് പോയിരിക്കുന്നു. വീണ്ടും ടൈഗർ വാലി പദ്ധതിയാണത്രേ. നിങ്ങളെയൊക്കെ വിശ്വസിച്ചാണ് ഞങ്ങൾ ഇരിക്കുന്നത്. എന്താ ഇതിന്റെയൊക്കെ അർത്ഥം? ഇലക്ട്രിസിറ്റി ബോർഡാണ് ഇപ്പൊ അത് കുത്തിപ്പൊക്കിയത്. ആ പ്രോജക്റ്റ് കൊണ്ട് എത്രയോ മെഗാവാട്ട് ഇലക്ട്രിസിറ്റി ഉൽപ്പാദിപ്പിക്കാമെന്നോ അനേകം ഹെക്ടർ സ്ഥലത്ത് നെൽകൃഷി ഉണ്ടാക്കാമെന്നോ ഒക്കെ പറയുന്ന കേട്ടു. ചുമ്മാ പറയുന്നതാണെന്നേ. അങ്ങനെ കറണ്ടും നെല്ലും നോക്കിയാൽ ഞങ്ങളാ വെള്ളത്തിലാവുന്നത്. ഈ പദ്ധതി വന്നാൽ സാറിനറിയാമല്ലോ, ഉള്ളത് മുഴുവൻ വിറ്റുപെറുക്കിയ ഞാൻ ഈ തോട്ടം ഉണ്ടാക്കിയത്. അത് സർക്കാരിന് നക്കാപ്പിച്ചേക്ക് അളന്നു കൊടുത്താൽ ഞാൻ തെറ്റിപ്പോകത്തേ ഉള്ളൂ. കുറുപ്പുചേട്ടനടക്കം ഇതുപോലെ 10-15 എസ്റ്റേറ്റ് ഉടമകൾ വേറെയുമുണ്ട്. അവർ കൂടി വേണ്ടിയാണ് ഞങ്ങൾ വന്നത്. ഉടനെ എന്തെങ്കിലും ചെയ്തേ പറ്റൂ. ഇവിടുത്തെ സിനിമാ കൊട്ടയക്കാര് നോട്ടീസ് പരസ്യത്തിന് കൊണ്ടുപോയതാണ് ഈ ചെണ്ട. അവർക്ക് സ്വരവും താളവും ഒന്നും വേണ്ട, ഒച്ച മതി. കണ്ടില്ലേ അടിച്ചു പൊട്ടിച്ച് വെച്ചിരിക്കുന്നത്. പിന്നെ എന്തുകൊണ്ടത് കൊടുത്തയക്കണേ? കൂലി കിട്ടും. വെറുതെ ഇവിടെ വെച്ചിരുന്നിട്ട് എന്താ പുണ്യം? അമ്പലത്തിലേക്കാണെങ്കിൽ ഇപ്പോ മാരാരെ ആവശ്യമില്ല. ശീവേലിക്കായാലും വിളക്കിനായാലും വട്ടം പിടിക്കാൻ പോലും ഇപ്പൊ ചെണ്ട വേണ്ട. മൈക്കിൽ റെക്കോർഡ് വെച്ച പാട്ടല്ലേ മിക്ക ദിക്കിലും. ഒടുവിൽ കുടുംബം പോറ്റാൻ നിവൃത്തിയില്ല. ഞാൻ ഈ സിനിമാ കൊട്ടയക്കാരുടെ നോട്ടീസ് കൊടുക്കാൻ ചെണ്ട കൊട്ടാൻ ഇറങ്ങിയത്. അതിവിടെ ആർക്കും ഇഷ്ടമില്ല. അച്ഛന്റെ ഈ ഗതികേട് കണ്ട ഗീത നാടകത്തിൽ ചേർന്നത്. അത് ഞങ്ങൾക്കൊരു മെച്ചായി. മാധവൻ അറിയൂ, എന്തുമാത്രം കഷ്ടപ്പാടും ബുദ്ധിമുട്ടും സഹിച്ചാണ് ഇവളെ ഞാൻ BA-ക്കും അത് കഴിഞ്ഞ് B.Ed-നും പഠിപ്പിച്ചത്. ഇവൾ പഠിച്ച് ജയിച്ചു വന്നപ്പോഴാണ് അറിയുന്നത് ഒരു ടീച്ചറെ ജോലി കിട്ടാൻ 25-30 കൈക്കൂലി കൊടുക്കണമെന്ന്. പിന്നെ സർക്കാർ പള്ളിക്കൂടത്തിൽ ഞങ്ങളെ ജാതിക്കാരെ കയറ്റില്ലല്ലോ. മാരാര് സവർണരല്ലേ. കുട്ടിക്കാലത്ത് കുറച്ച് ഡാൻസും പാട്ടും പഠിച്ചതുകൊണ്ട് നിങ്ങളെ കൂടത്തിലെങ്കിലും ചേരാൻ സാധിച്ചു. ഇന്നിപ്പോ അതുകൊണ്ട് ഈ വീട്ടിൽ അടുപ്പ് തീയേരിയിരുന്നു. അപ്പോ ഞാൻ വന്ന കാര്യത്തില് ഞാൻ എന്താ പറയേണ്ടത്? നാടും വീടും വിട്ട് തനിച്ചവളെ അയക്കുന്ന കാര്യം ഓർക്കുമ്പോ അപ്പൊ ഞാനില്ലേ കൂടെ? മോളെ ഇവിടുത്തെ മോന്റെ കൂടെ അയക്കാന്നാ വിചാരിച്ചാ മതി. ഇവിടെ അടുത്തേക്കൊന്നും അല്ലല്ലോ പോകുന്നത്. കരയും കടലും കടന്ന അന്യ രാജ്യത്തേക്കല്ലേ. അച്ഛാ, ഏതായാലും ഞാൻ അവരുടെ ട്രൂപ്പിൽ ചേർന്നു. നാടാക്കാരിന്ന് പേരും കിട്ടി. അച്ഛൻ പേടിക്കണ്ട. അടുത്തായാലും അകലത്തായാലും എന്നെ സൂക്ഷിക്കാൻ എനിക്കറിയാം. ഇനി ഒന്നും ആലോചിക്കാനില്ല. നിങ്ങൾ സമ്മതം കൊടുത്തേക്കൂ. ശരി. അച്ഛാ, ഇനി പോകാൻ 10 ദിവസമേ ഉള്ളൂ. ഞാൻ പറഞ്ഞ കാര്യം ഓർമ്മയുണ്ടല്ലോ. 2 പാന്റ് ഷർട്ടും കൂടി തുന്നിക്കാതെ പോകാൻ പറ്റില്ല. എനിക്ക് ആശയായിരുന്നു. എത്രയാ നിനക്ക് വേണ്ടത്? 400 രൂപയെങ്കിലും വേണ്ടി വരും. നോക്കട്ടെ. നിങ്ങൾ ഇനി എവിടെന്നായി നോക്കുന്നത്? ഇനിയും കടം മേടിക്കാൻ പോവുകയാണോ? അമ്മ ഇതിലിടപെടണ്ട. നിനക്ക് എന്തിനാടാ നീ പണം? കോളേജും പഠിപ്പൊക്കെ തീർന്നില്ലേ? അതുകൊണ്ട് ഉടുത്ത് കിടക്കാൻ പാടില്ലെന്നുണ്ടോ? എടാ, നീ അവളോട് ഒന്നും പറയണ്ട. നിനക്ക് പണം ഞാൻ എവിടെന്നെങ്കിലും വാങ്ങിച്ചു തരാന്ന് പറഞ്ഞില്ലേ? എങ്കിൽ ഉടനെ വേണം. ബ്രൂസിലി ടൈലേഴ്സിന് അടുപ്പിക്കുന്നത്. അളവെടുക്കാൻ വരെ അവിടെ ആളുകൾ ക്യൂ നിൽക്കുക. ഏട്ടൻ പുതിയ പാൻറ് അടുപ്പിക്കുന്നുണ്ടെങ്കിൽ എനിക്കും വേണം. വേണ്ട വേണ്ട, നിനക്ക് ഇവിടെ ഉള്ളതൊക്കെ തന്നെ മതി. നീ ചേട്ടന്റെ കൂടെ വിമാനത്തിലൊന്നും കയറി പോകുന്നില്ലല്ലോ. ഓ, വിമാനത്തിൽ കയറുന്നവർക്കേ പാൻറ്റുള്ളൂ. എന്താ വേണ്ടെന്ന് പറ. ജപ്പാനിൽ നിന്ന് വരുമ്പോ ഞാനൊരു ജീൻസ് കൊണ്ടുവന്ന് തന്നിട്ടുണ്ടാ. വെൽവെറ്റ് കോട്ടയിൽ തുന്നിച്ചത്. ഏത് കളറാണ് വേണ്ടത്? ബ്ലാക്ക്, ബ്ലൂ, ക്രീം? 3 വേണം.